അപ്പോ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ പറഞ്ഞാല് കുറെ ആൾക്കാർ വോയിസ് അയച്ചു, കുറെ ആൾക്ക് വിളിച്ചു ചോദിച്ചു, കണ്ടു ചോദിച്ചിട്ടുണ്ട് എന്താണ് അവൾ അങ്ങനെ ചെയ്തത്, ഒക്കെ എന്താ പ്രശ്നം, പിന്നും പിന്നും ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മളെ രസിത പാലക്കല് 3-4 പ്രാവശ്യമായിട്ട് ഇപ്പൊ പറയുന്നു 18 പീഡന കേസ് കൊടുത്തു, 18 പീഡന കേസ്. ഞാനും കേട്ടതാണല്ലോ ABC ചാനലിൽ നിന്ന് 18 കേസിന്റെ നമ്പർ അടക്കം വിളിച്ചു പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അപ്പോ അതിന്റെ കൂടെ നമ്മളെ വെടിപ്പുര ബീവിയും നമ്മളെ മച്ചി ആരാങ്കരലിന്റെ കാമുക്കി, ഞാൻ അറിഞ്ഞില്ലല്ലോ. മച്ചി ഓളൊക്കെ അയൽക്കും വേണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടാന്ന് തുണിയില്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഓന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീഡിയോ കാര്യങ്ങളൊക്കെ. ഇവള് ചെയ്തതിന്റെ കാരണം പറയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വീഡിയോ ചെയ്ത് അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇവള് ചെയ്തതിന്റെ കാരണം നീ പറ. നിങ്ങൾക്കല്ലേ അറിയാവൂ അവിടെ എന്താണ് ഉണ്ടായതെന്ന്. മര്യാദക്ക് പറയുന്നതല്ലേ നല്ലത്. സത്യം പറ, നിങ്ങൾ തമ്മിൽ ഒടുക്കിയിട്ട് ചെയ്തതല്ലേ. എന്നിട്ട് ആ പാവൻ ലസിതയുടെയും എന്റെയും ഷെഫീന ബീബിയുടെ ഒക്കെ മേത്തേക്ക് വെച്ച് വിട്ടല്ലേ ചെയ്തത്. പറ, എന്തുണ്ടായി ഒടക്ക് മാമനും മോളും കൂടി? ഇപ്പം അങ്ങനെ അടുത്തടുത്ത് വീഡിയോയിൽ കാണാറില്ല. മോളോടുള്ള കെയറൊക്കെ മാമന് കുറഞ്ഞല്ല. സത്യം പറ, മാമനോടൊക്കായില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്. 18 പീഡന കേസ്. അത് പിന്നെ എന്താണെന്നറിയോ, ലസിതയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അവളൊരു കാര്യം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ പറയുള്ളൂ, മാറ്റി പറയൂല അവള്. അതാണ്. നിന്റെ ഓൾ അങ്ങനെയാണോ? നിന്റെ ഓള് നാഴേക്ക് 40 വട്ടം മാറ്റി 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 പറയും. നേരത്തെ പറഞ്ഞത് എന്താണെന്ന് നിന്റെ ഓൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോടാ? പറയടാ. ഓർമ്മ കാണില്ലല്ലേ? അതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. 18 പീഡന കേസ് കൊടുത്തിരിക്കുന്ന ഇവള് പറയുന്നതല്ലാതെ ഇതുവരെ അവള് പുറത്തു പറഞ്ഞില്ല. ഇന്ന് അവളൊരു വീഡിയോ ഞാൻ കണ്ടിട്ട് പീഡന കേസ് ഒരാൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണെങ്കിൽ ആ 18 ആൾക്കാർ ഇവളെ പീഡിപ്പിച്ചതാണല്ലോ. അപ്പൊ 18 പീഡന കേസ് നോട്ട് ദി പോയിന്റ്. അപ്പൊ 18 പീഡന കേസ് കൊടുത്തിട്ടുണ്ടെന്ന് കൊടുത്ത ആള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കടലാസ് ചെല്ലുമ്പോഴാണ് നമ്മുടെ പ്രതികളൊക്കെ അറിയുന്നത് തന്നെ. അങ്ങനെയാണ് ജനസംസാരം. ഇന്ന് അവളൊരു വീഡിയോ ഞാൻ കാണേണ്ട ഒരു സാഹചര്യം. പിന്നെ അപ്പൊ അതിലും ഇവള് പറയുന്നുണ്ട് ഞാനല്ല പറഞ്ഞത്. എന്താ ഏതൊക്കെയോ ചാനലിന്റെ പേര് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. യൂട്യൂബ് നോക്കാന്നല്ലാതെ ലസിത പാലിക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവളെ മോളെ പറഞ്ഞു, തള്ളേനെ പറഞ്ഞു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മള് ഈ ഒരു പാമ്പാണെങ്കിൽ പോലും പാമ്പിനെ നമ്മൾ വെറുതെ അതിലൂടെ വെറുതെ അങ്ങ് പോവുള്ളൂ. നമ്മളൊന്ന് ആടെന്തല്ല ആരോട് നിൽക്കുന്നവനൊക്കെ കൊത്തി വരാം അങ്ങനെ പറയുന്നില്ല. നമ്മളൊന്നെങ്കിൽ അതിനെ വടിയെടുത്തെറിയോ അല്ലെങ്കിൽ കല്ലെടുത്തെറിഞ്ഞാ അതിനെ ദേഷ്യം. നമ്മളൊന്നില്ലെങ്കിൽ അതിനെ വടിയെടുത്തെറിയുകയോ, അപ്പൊ ഒരു വടിയെടുത്തെറിഞ്ഞു അല്ലെങ്കിൽ കല്ലെടുത്തെറിഞ്ഞു, അപ്പൊ അതിന് ദേഷ്യം വന്നു, അത് തിരിച്ചു വന്നു കുത്തി. അത്രേ ഉള്ളൂ. എന്നാലേ അതിങ്ങോട്ട് ചൊറിയും. ഇങ്ങോട്ട് ചൊറിയാൻ വന്നപ്പോ നമ്മൾ അങ്ങോട്ട് ചൊറിഞ്ഞു. ഇവിടുന്ന് ആദ്യം ഒരു വടിയെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു, അപ്പൊ പാമ്പ് വന്ന് ഇങ്ങോട്ട് ചൊറിഞ്ഞു, അപ്പൊ ഇവര് കയറി അങ്ങോട്ട് ചൊറിഞ്ഞു. മനസ്സിലായല്ലോ എല്ലാവർക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചൊറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പാലക്കലിന്റെ പേരിൽ പോയിട്ട് ഇവര് രണ്ടുപേരും കൂടി തെറ്റിയിട്ട് ഈ പൊറാട്ട നാടകം ഈ മൈത്താണ്ടി മോനും ഈ മൈത്താണ്ടി മോളും കൂടി കളിച്ചത്. ആശാത്തി കേസ് കൊടുക്കാൻ പോകുന്നു. കേസ് കൊടുത്തിക്കും ഇഷ്ടം പോലെ. എന്റെ പേരിലേറെ കേസ് കൊടുത്തിക്കും. എന്തിന്? ഇവരാരും പറയുന്ന മാതിരി ആണുങ്ങൾക്ക് എന്തിനാ? അപ്പൊ ചേട്ടൻ ഇതൊക്കെ മറന്നുപോയാ? ചേട്ടൻ വന്നിരുന്നിട്ടല്ലേ മറ്റേ ഷെഫീന ബിബിനെ ഘോരം തെറി വിളിച്ചത്? ഞങ്ങള് മറന്നിട്ടില്ല. ചേട്ടൻ മറന്നുപോയാ? പറഞ്ഞ ചേട്ടൻ മറന്നുപോയല്ലേ, പക്ഷെ കേട്ട ഞങ്ങൾ മറന്നിട്ടില്ല. അതെങ്ങനെയാ? അടി കൊടുത്തവൻ പെട്ടെന്ന് അത് മറക്കും, പക്ഷെ അടി കൊണ്ടവൻ മറക്കില്ല. അതാണ് അതിന്റെ ആ ഒരു പോയിന്റ്. ഇല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലേ? ഞാൻ ആത്മഹത്യ ചെയ്താൽ ജസ്റ്റിന സലീമാണ് ഉത്തരവാദി, അങ്ങനെ ഇങ്ങനെയാ. അത് തന്നെയല്ലേടാ നിന്റെ ഓളും വന്നിരുന്നു നോണ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ തെറ്റിയിട്ട് എന്തൊക്കെയോ വീട്ടിലുണ്ടാക്കിയിട്ട് ആ പാവൻ ലസിതപ്പെടുത്താൻ നോക്കിയില്ലേടാ. ഇവളൊരു കേസ് കൊടുത്തതോ അല്ലെ ഇവള് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതൊന്നും എവിടെയില്ല. എവിടെ പോയി കേസ്? അതാ ഞങ്ങളും ചോദിക്കണത്. എവിടെ കേസ്? കേസ് വരട്ടെ. കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ അവിടെ പോയിണ്ടായിരുന്നു. കഴിഞ്ഞ എന്നാലും പോയി നമ്മള് 2 ദിവസം മുമ്പ് ഞങ്ങൾ പോയി കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തതാ.
ഈ കൊടുത്തതെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടല്ല. അപ്പൊ അവള് വിചാരിക്കോ ഞാൻ പേടിത്തൂറികളാണ്, അയ്യോ ഞാൻ ഒളിച്ചു താമസിക്കുവാണേ എന്നെ കണ്ടുപിടിച്ചേന്നും പറഞ്ഞു പോയിട്ട് ആദ്യം കേസ് കൊടുത്തു. പേടിച്ച് കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ അപ്പൊ ആരെ പേടിച്ചത്? ഞാൻ ഈ പിച്ചി നുള്ളി മാന്തി എന്ന് പറഞ്ഞ് ഞാൻ ആരെ പേരിലും കേസ് കൊടുത്തിട്ടില്ല. മച്ചി എന്ന് പറയുന്ന മച്ചി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളീ അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഈ എല്ലാത്തിനും ഒരു മുന്നിൽ നിൽക്കും, പക്ഷെ അവസാനം ഒന്നിനുണ്ടാവില്ല. അതേമാതിരി മച്ചി എന്താക്കി എന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കി. ഞാൻ എടുത്തെന്ന് പറഞ്ഞ് ഇന്നെക്കൊള്ള പറഞ്ഞു. അയ്യടാ, ഗുരുവായൂരമ്പലത്തിൽ വെച്ച് നിന്റെ ഫോട്ടോ എടുക്കാൻ നീ ആര്? സിനിമാ നടനാ? ഞാൻ അറിഞ്ഞില്ലല്ല. സെലിബ്രിറ്റിയാ? ഞാൻ അറിഞ്ഞില്ലല്ല. അത് നീ എപ്പോഴാണ് സിനിമാ നടനായത്? അതിനു മുന്നേ ഈ മച്ചി എന്ന് പറയുന്ന ഡാഷ് മോള്, രണ്ട് തന്തയ്ക്കുണ്ടായ ഈ മച്ചി വേശി മോള് കേട്ടല്ല, ഇതാണ് എന്റെ സ്വഭാവം. എന്താ ചെയ്തെന്നറിയോ? ഞാൻ ഇവിടെ എന്നെ പരിചയപ്പെടുന്ന ഒരു വീഡിയോനെ താഴത്ത് വൃത്തികെട്ട കമന്റ് ഇട്ട് അതാരും നോക്കിയില്ല. എന്ത് വൃത്തികേട്? ഞാനതിനകത്ത് ഒരു വൃത്തികേട് എഴുതിയില്ല, വാസ്തവവും വസ്തുതയും മാത്രമേ എഴുതിയുള്ളൂ. നിങ്ങൾക്കത് വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാരണമായിരിക്കും. ഗുരുവായൂർ പോകുന്നതോ ഇവള് ഇതാക്കുന്നതോ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അതല്ല, ആരും വാങ്ങുന്നില്ല. ഞങ്ങൾ ഇവിടെ വരച്ചിട്ട് ഞങ്ങൾ വെറുതെ അങ്ങ് വിടും. അല്ല, വര ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങാല് ഫേസ്ബുക്കിന്റെ അകത്ത് സ്കാനർ ഇട്ട് തായോ തായോ എന്ന് പറയുന്ന ഒരുത്തിയാണ് അവള്. അവക്ക് നീ നിന്റെ 4 പവന്റെ കൈമൽത്ത് കൊടുക്കാനും അതേപോലെ നിന്റെ 7 പവന്റെ ചെയിന് കൊടുക്കാനും അതിലേക്കും അപ്പുറം സെലിയും ഈ വീടും സ്ഥലവും അവൻ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഏകദേശം 1 കോടിന്റെ അടുത്ത് വില വരില്ലേ. ഞങ്ങളൊക്കെ വെച്ച കണ്ടീഷൻ എന്താ വെച്ചാൽ, കേട്ടല്ല, 4 പവന്റെ വള കൊടുക്കാന്ന് പറഞ്ഞു, 7 പവന്റെ മാല കൊടുക്കാന്ന് പറഞ്ഞു, 1 കോടിക്കകത്ത് വില വരുന്ന വീടും പറമ്പും. എന്നിട്ടല്ലേ ഈ താത്ത ഈ കഴിഞ്ഞ മാസം വന്നിരുന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് ആരുമില്ല, ഭർത്താവില്ല, വീടില്ല, കൂടില്ല, കുടുംബമില്ല, ഒന്നുമില്ല, ഞങ്ങൾ ലോൺ അടിച്ചിട്ടാണ് ജീവിക്കുന്നത്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഗോകുലം ഗോപാലേട്ടനാണ് ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്നത് എന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞ താത്തല്ലയോ ഇത്? ഇത്ര പെട്ടെന്ന് ഇത്ര കോടി സ്വത്തായോ? 7 പവന്റെ മാലയൊക്കെ ചുമ്മാ കൊടുക്കുക. 26 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമാണ് ലസിത പാലക്കലിന് ഓഫർ ചെയ്തത്. എന്തിന്? ലസിതേനെ വിലക്കെടുക്കാൻ. കേട്ടല്ല, എനിക്ക് ആരുമില്ല, ഒന്നുമില്ല, എനിക്ക് സ്വത്തില്ല, കൂടില്ല, കുടുംബമില്ല, വീടില്ല എന്ന് പറഞ്ഞ താത്തയ്ക്ക് അർണേട്ടനുണ്ട്, ഗൾഫിൽ സലീമേട്ടനുണ്ട്, താമരശ്ശേരിയിൽ വാപ്പച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വാപ്പച്ചിയുടെ കൂട്ടക്കാരുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരൊക്കെ ഈ താത്തയ്ക്ക് ഉണ്ടായിട്ടും ഈ താത്ത പച്ച കള്ളല്ലേ ഗൈസ് വന്നിരുന്നു പറഞ്ഞത്? നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? ഇത്രയും സ്വത്തുണ്ടായിട്ടും ഞങ്ങൾക്കൊന്നുമില്ല, എനിക്ക് വീടില്ല, വീടുണ്ടാക്കി തന്നത് ഗോകുലം ഗോപാലേട്ടനാണ് എന്നും പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ താത്ത ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊന്ന് കരഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? കേട്ടല്ലോ ഇപ്പം ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പം താത്തയ്ക്ക് 1 കോടി വില മതിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പോരാതെ സ്വർണ്ണങ്ങളുണ്ട്. അപ്പം അതൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ട് വിലക്കെടുക്കാൻ നോക്കി. പക്ഷെ ലസിത പാലക്കിൽ ആരാ മോള്?